ഹലോ, ബിൽഡ് കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 20 ഡേയ്സ് സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് റീസണിങ് ആണ്. ബാക്കിയുള്ള വീഡിയോസ്, ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. കാണാത്തവർ അത് കാണുക. റീസണിങ് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് ആവുമെന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. Select the option that will fill in the blank and complete the given set. Okay, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, 15 പ്ലസ് 2 ആണ് 17, 17 പ്ലസ് 3 20, 20 പ്ലസ് 2 22, 22 പ്ലസ് 5 27, 27 പ്ലസ് 2 29. അപ്പോൾ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ ഈ പാറ്റേൺ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓൾട്ടർനേറ്റ് ആയിട്ട് 2 ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താണ് പോകുന്നത്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? ഓഡ് നമ്പർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്തത് എന്തായിരിക്കും ഇവിടെ വരുന്നത്? +7 ആയിരിക്കും. അപ്പൊ 29 + 7 എന്ന് പറഞ്ഞാൽ 36 ആണ് വരിക. അടുത്തത് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 2 ആണ് ആഡ് ചെയ്യേണ്ടത്. 36 + 2 38. So 36 and 38 will be the answer. Okay, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു പാറ്റേൺ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അടുത്തത്, study the following informations carefully and answer the questions. Among 6 people, K, L, M, N, O and P each lives on a different floor of a building having 6 floors numbered 1 to 6. L lives on an 1 തൊട്ട് 6 വരെയുള്ള ഫ്ലോർ ആണ് അല്ലേ? 1 2 3 4 5 and 6. അപ്പം 1 2 3 4 5 6. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ല് എവിടെയാണ്? ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ് എല്ല് ഇരിക്കുന്നത്. സോ എല്ല് ഇരിക്കാൻ ചാൻസ് ഉള്ളത് എവിടെയൊക്കെയാണ്? 2 4 6ലാണ് എല്ലിന് ചാൻസ്. പിന്നെന്താണ്? എൽ ലീവ്സ് ഓൺ എ ഫ്ലോർ ഇമീഡിയറ്റ്ലി ബിലോ കേസ് ഫ്ലോർ ആൻഡ് ഇമീഡിയറ്റ്ലി എബോ എംസ് ഫ്ലോർ. അപ്പൊ കെയുടെ താഴെയും എമ്മിന്റെ മേലെയുമായിട്ടാണ് എൽ ഇരിക്കുന്നത്. അത്രയും കിട്ടി അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഏതൊക്കെയാണ് ചാൻസ് ഉള്ളത്? 4ഉം 2ഉം ആണ് ചാൻസ്. 6 എല്ലിന് ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി പി ലീവ്സ്, അപ്പൊ അതുപോലെ തന്നെ എന്ത് മനസ്സിലായി? എല്ലും ഓഡ് ഫ്ലോർ ആണെന്ന് മനസ്സിലായി, എമ്മും ഓഡ് ഫ്ലോർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് 3 എണ്ണത്തിന്റെ ഫ്ലോർ നമുക്ക് കിട്ടി. P lives on a floor immediately above n's floor. P ഒരു ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. P ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി n എന്താണ്? ഓഡ് നമ്പേർഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഇനി O എവിടെയല്ല ഇരിക്കുന്നത്? 4ലല്ല O ഇരിക്കുന്നത്. അപ്പോൾ O ഇരിക്കാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? 2 and 6ലാണ് O ഇരിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? L എന്ന് പറയുന്നത് കെയുടെയും എമ്മിന്റെയും, P n-ന്റെ മേലെയാണ് അല്ലെ? അപ്പൊ P ഈവൺ ആണെന്ന് മനസ്സിലായി. n-ന്റെ മേലെ എന്ന് പറയുമ്പോൾ ഇവിടെ ആവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ എവിടെയാണ്? ഇവിടെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇവിടെ ആവാനുള്ള ചാൻസും ഉണ്ട് അല്ലെ? ഇനി അത് പക്ഷെ അപ്പൊ L എവിടെ ചാൻസ് ഉള്ളൂ? L 2 അല്ലെങ്കിൽ 4ൽ മാത്രമേ L-ന് ചാൻസ് ഉള്ളൂ അല്ലെ? O എവിടെയാണ്? 2 അല്ലെങ്കിൽ 6ലാണ് O ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ആദ്യം മുതൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ L എവിടെയാണ്? K L M. അപ്പൊ നമുക്ക് ഇവിടെ K L M എന്ന് കൊടുക്കാം. അല്ല, സോറി, L ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ്. സോ നമുക്ക് ഇവിടെ അല്ല, K L M എന്ന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇനി അടുത്തത് എന്താണ്? P ഒരു ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ്. Pയുടെ തൊട്ട് താഴെ N ഉണ്ട്. അപ്പോ P ഇവിടെയും N ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവില്ല. കാരണം O 4ലല്ല ഇരിക്കുന്നത്, O 2 അല്ലെങ്കിൽ 6ലാണ് ഇരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി, K L M എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും?
പി ഒരു ഈവൺ ഫ്ലോറിലാണ് ഇരിക്കുന്നത്, എൻ ഓഡ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്, ഒ ഒരു ഈവൺ ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഒ ഇരിക്കുന്നത് എവിടെയാണ്? 6th ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇപ്പൊ ആദ്യത്തെ കാണിച്ചതെന്ന് ചോദിച്ചാൽ ആ വഴിക്ക് പോകരുത്, അതുകൊണ്ടാണ് അതും ഒന്ന് കാണിച്ചു തന്നത്. നമ്മൾ പോവാൻ ചാൻസ് ഉള്ള ഒരു വഴിയാണ് കാണിച്ചു തന്നത്, അത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഹു അമംഗ്സ് ദ ഫോളോവിങ് ലീവ്സ് ഓൺ ദ ഫ്ലോർസ് എക്സാക്ട്ലി ബിറ്റ്വീൻ കെ ആൻഡ് പി. കെയുടെയും പിയുടെയും ഇടയിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്? എല്ലും എമ്മും ആണ് കെയുടെയും പിയുടെയും ഇടയിൽ ഇരിക്കുന്നത്. എൽ ആൻഡ് എം ആണ് കെ ആൻഡ് പിയുടെ ഇടയിൽ ഇരിക്കുന്ന രണ്ടാൾക്കാർ. ഓക്കെ, അടുത്തത് എം ഇസ് ദ സിസ്റ്റർ ഓഫ് ഡി. ഓക്കെ, അപ്പൊ എം ഫീമെയിൽ ആണെന്ന് മനസ്സിലായി, സിസ്റ്റർ ഓഫ് ഡി ആണെന്നും മനസ്സിലായി. ആർ ഇസ് ദ ബ്രദർ ഓഫ് ഡി. ആറ് മെയിൽ ആണെന്ന് മനസ്സിലായി, ബ്രദർ ഓഫ് ഡി ആണെന്നും മനസ്സിലായി. എഫ് ഇസ് ദ ഫാദർ ഓഫ് എം. എഫ് എന്ന് പറഞ്ഞാല് മെയിൽ ആണെന്ന് മനസ്സിലായി, എമ്മിന്റെ ഫാദർ ആണെന്നും മനസ്സിലായി. ടി ഇസ് ദ മദർ ഓഫ് ആർ. അപ്പൊ ടി എന്താണ്? മദർ ആണ് അല്ലെ, ടി മദർ ആണെന്നും മനസ്സിലായി, സോ ടി ഫീമെയിൽ ആണ്. ഇനി ഡിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡി ടിയുടെ സൺ അല്ലെങ്കിൽ ഡോട്ടർ ആണ്. പക്ഷെ സൺ ആണോ ഡോട്ടർ ആണോ എന്ന് പറയാനായിട്ട് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടോ? ഡിയുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഡി ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ആൻസറാ പറയുക? ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്നാണ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡി എന്താണെന്ന് കൺഫേം തന്നിട്ടില്ല, സോ നമുക്ക് ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്നവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് പോയിന്റ് ആർ ഈസ് 6 meters നോർത്ത് ഓഫ് പോയിന്റ് എ. ഓക്കെ, അപ്പൊ ഇത് പോയിന്റ് എ ആണെങ്കിൽ എയുടെ നോർത്ത് എത്ര ഡിസ്റ്റൻസിലാണ്? 10 meter ഡിസ്റ്റൻസിലാണ് ആരിയ്ക്കുന്നത്? ആർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 10 meter ആണ്. അതവിടെ ഇരിക്കട്ടെ. പോയിന്റ് കെ ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദ പോയിന്റ്സ് ആർ ആൻഡ് എ. അപ്പൊ കെ എന്താണ്? എക്സാക്ട്ലി മിഡിൽ ആണ്. അപ്പൊ ഇത് 5 ആണ്, ഇത് 5 ആണ്, അതും അവിടെ ഇരിക്കട്ടെ. പോയിന്റ് എൻ ഈസ് 7 meters ഈസ്റ്റ് ഓഫ് പോയിന്റ് എ. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. പോയിന്റ് എയുടെ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് എയുടെ 7 meter ഈസ്റ്റിലേക്കാണ് ഇരിക്കുന്നത്. പോയിന്റ് എം ഈസ് 7 meters ഈസ്റ്റ് ഓഫ് പോയിന്റ് കെ. അപ്പം ഇവിടെ എന്താണ്? കെയുടെ 7 meters ഈസ്റ്റിലാണ് പോയിന്റ് എം ഇരിക്കുന്നത്. പോയിന്റ് എസ് ഈസ് 6 meters നോർത്ത് ഓഫ് പോയിന്റ്. പോയിന്റ് എമ്മിന്റെ നോർത്തിലേക്ക് 6 meters ആണ് ആരിയ്ക്കുന്നത്? എസ് ഇരിക്കുന്നത്. ഇത് 6 ആണ്. What is the distance between S and N? S ഉം N ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എസ് എം എന്താണ്? 6 ആണ്. ഇവിടെ ഇത് എത്രയാ ഡിസ്റ്റൻസ്? 5 ആണ്. സോ 6 + 5 നമ്മുടെ ഡിസ്റ്റൻസ് എത്ര വരും? 11 meters എന്നാണ് ആൻസർ വരുന്നത്. 11 meters ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്താണെന്ന് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Find the missing number from the given responses in each of the following. ഇങ്ങനത്തെ വരുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ഒക്കെ ചെയ്തു നോക്കാം. ഇവിടെ 9 + 12 + 13 ചെയ്താലല്ല ഇത് കിട്ടുക. നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? 9 × 12 × 13 ആണ്. ഓക്കെ, അപ്പൊ 12 × 13 നമുക്ക് എന്ത് വരും? 156 എന്ന് വരും. ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1404 എന്ന് വരും. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 5 × 2 10, 10 × 3 30. അപ്പൊ ഇവിടെ എന്ത് വരും? 7 × 9 63 എന്ന് വരും. ഇൻറ്റു എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 504. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 504 ഡിവൈഡഡ് ബൈ 63. 3 4 വരുന്നത് എവിടെയാണ്? 3യുടെ മൾട്ടിപ്പിൾസിൽ യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്നത് 8 3s ആർ ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 63 × 8 ചെയ്ത് നോക്കി. അപ്പൊ എന്ത് കിട്ടി? 4 2 6 8s ആർ 48. 48 + 2 50. 504. നമ്മുടെ ആൻസർ എന്ത് വരും? 8 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് if each vowel of the word defaults is changed to the next letter in the English alphabetic series and each consonant is changed to the previous letter in the English alphabetic series, what will be the fourth letter from the left in the new formation? അപ്പൊ എന്ത് ചെയ്യണം? ഡിഫോൾട്ട്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഡിഫോൾട്ട്സ്
അപ്പോ ഇതിനകത്ത് വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു ആണ് നമ്മുടെ വവൽസ് അല്ലെ. എ ഇ ഐ ഒ യു ആണ് വവൽസ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇ ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ലെറ്റർ ആണ് അല്ലെ. ഇ എഫ് എ ബി യു ബി. ബാക്കിയുള്ളതൊക്കെ കൺസണൻസ് ആണ്, പ്രീവിയസ് ലെറ്റർ ആണ് അല്ലെ. അപ്പൊ സി ഡി ഇ എഫ് കെ എൽ എസ് ടി ആർ എസ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ലെഫ്റ്റ് നിന്ന് ഫോർത്ത് ലെറ്റർ 1 2 3 4 ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ബി ആണ്. ഇനി ഇൻ എ സർട്ടൻ കോഡ് വേവ് ഈസ് റിട്ടൺ ആസ് 5. വേവിന്റെയും വിൻസിന്റെയും തന്നിട്ടുണ്ട്. സെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിൻ SANE. എസ് എന്ന് പറഞ്ഞാല് ഇവിടത്തെ ലാസ്റ്റ് എന്താണ്? ഡോളർ ആണ് അല്ലെ. ഇവിടെ 3 ഡോളർ ആണ്. ഇതല്ലാന്ന് മനസ്സിലായി. എ എന്താണ്? പെർസെന്റേജ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടെ നോക്കുകയാണ്. N എന്താ വരിക? അറ്റിന്ന് വരും. ഇ എന്താ വരിക? സ്റ്റാർ വരും. ഓക്കെ, ഡോളർ പെർസെന്റേജ് അറ്റ് സ്റ്റാർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Pointing towards a lady, Lokesh said she is the daughter of my mother's only daughter. അപ്പോ ലോകേഷ് ആണ് പോയിന്റ് ചെയ്യണത്. ലോകേഷിന്റെ ആരാണ്? മൈ മദർ, ലോകേഷിന്റെ അമ്മ, ലോകേഷിന്റെ അമ്മയുടെ ഓൺലി ഡോട്ടർ. അപ്പോ ലോകേഷിന്റെ അമ്മയ്ക്ക് ആരുണ്ട്? ഒരു ഡോട്ടർ ഉണ്ട്. ഓക്കെ, ലോകേഷിന്റെ അമ്മയുടെ ഡോട്ടർ, അവരുടെ ഡോട്ടർ ആണ് ആ ലേഡി. ഓക്കെ, അപ്പൊ ലോകേഷിന്റെ അമ്മയുടെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ ലോകേഷിന്റെ ആരാണ്? സിസ്റ്റർ ആണ്, സിസ്റ്ററുടെ മകളാണ്. അങ്ങനെയാണെങ്കിൽ ആ ലേഡിക്ക് ലോകേഷ് ആരാണ്? അങ്കിൾ ആണ് അല്ലെ. സിസ്റ്ററുടെ മകൾ എന്ന് പറഞ്ഞാല് നീസ് ആണ്. സോ അങ്കിൾ ആണ് ലോകേഷ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, a family consists of 6 members P Q R S T and U. There are 2 married couples. Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? P Q R S T U മാരീഡ് കപ്പിൾസ് ഉണ്ട്. Q ഡോക്ടർ ആണ്, ഫാദർ ആണ് അല്ലെ. ഫാദർ ഓഫ് T ആണ് Q. ഓക്കെ, U is the grandfather of R. ആറിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് യു അല്ലെ. അപ്പൊ ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, ആറിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് യു. ഓൾസോ കോൺട്രാക്ടർ ആണെന്നും തന്നിട്ടുണ്ട്. എസ് ഇസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ടി. എസ് എന്താണ്? ഗ്രാൻഡ് മദർ ആണ്. ടിയുടെ ഗ്രാൻഡ് മദർ ആണ്. is a housewife ആണ്. There is 1 doctor, 1 contractor, 1 nurse and 1 housewife and 2 students in the family. Which of the following is definitely a group of male members? Male members ന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പ്രോപ്പർ ആയിട്ട് കിട്ടിയത് എന്താണ്? Q ഫാദറും U ഗ്രാൻഡ് ഫാദറും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ Q U എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്? ഗ്രൂപ്പ് ഓഫ് മെയിൽസ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് റീസണിങ്ങിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ആയിട്ടൊക്കെ നമ്മൾ ഇനിയും അറിയിക്കുക. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം കൂടെയാണ് അത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കമന്റ് സെക്ഷൻ ത്രൂ അറിയിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ് നമ്മൾ വരുന്ന ഡേയ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സിറ്റി ഇന്റിമേഷനും ഹോൾ ടിക്കറ്റും ഒക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രിപ്പറേഷനുള്ള ഹെൽപ്പുമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.